ലോക സിനിമയുടെ ഭാഗത്തുനിന്ന് 300 കോടിയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ഇപ്പോൾ വന്നിട്ടുണ്ട്. 46 ദിവസം കൊണ്ട് ലോക സിനിമ കേരള ബോക്സ് ഓഫീസിലെ 120 കോടി 72 ലക്ഷം രൂപയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 24 കോടി 40 ലക്ഷം, കർണാടകയിൽ 14 കോടി 65 ലക്ഷം, ആന്ധ്ര തെലങ്കാന സ്റ്റേറ്റുകളിൽ നിന്നും 13 കോടി 57 ലക്ഷം, നോർത്ത് ഇന്ത്യയിൽ നിന്നും 7 കോടി 58 ലക്ഷം, ഓവർസീസിൽ നിന്നും 119 കോടി 70 ലക്ഷം. അങ്ങനെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 300 കോടി 62 ലക്ഷമാണ്. ലോക സിനിമ OTT റിലീസിന് ഒരുങ്ങുന്നുണ്ട്. സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ OTT റിലീസ് ചെയ്യും. ഷറഫുദ്ദീൻ്റെ മധുവിധു എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. വിജയുടെ ജനനായകൻ എന്ന സിനിമയുടെ ഭാഗത്തുനിന്ന് പൂജ ഹെഗ്ഡെയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. കയൽ എന്ന കഥാപാത്രമായിട്ടാണ് പൂജ ഹെഗ്ഡെ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. ജനനായകൻ സിനിമ ജനുവരി 9 തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും കൺഫേം ആയിട്ടുണ്ട്. ഒക്ടോബർ 24 മാത്യു തോമസിൻ്റെ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. നമുക്കറിയാം ചത്തപച്ച എന്ന സിനിമയിൽ മമ്മൂക്ക ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നത്. മമ്മൂക്കയ്ക്ക് ഈ സിനിമയിൽ 5 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഉള്ളത്. പൃഥ്വിരാജിൻ്റെ വിലായത്ത് ബുദ്ധ എന്ന സിനിമ നവംബർ പകുതിയിലാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാന്താര ചാപ്റ്റർ 1 സിനിമ ഇതുവരെ ഏകദേശം 613 കോടിയോളം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയത്. എന്നാൽ സിനിമയുടെ ടീം 655 കോടി രൂപ സിനിമ നേടിയെന്ന് പറഞ്ഞ് പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളക്ഷൻ ഒരു പ്രൊമോഷണൽ ഫിഗറാണ്. കേരളത്തിൽ അധികം വൈകാതെ തന്നെ കാന്താര സിനിമ 50 കോടി ക്ലബ്ബിൽ ഇടം നേടും. 12 ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷൻ 44 കോടി 32 ലക്ഷമാണ്.